ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജു റൂമിൽ പോയി വിഷമിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഗിരി വരുന്നത്. ഗിരി പറയുകയാണ്, എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ് ചെയ്യാറുള്ളത്. ആ ശീലം അത്രയൊന്നും നല്ലതല്ല എന്ന് എനിക്കറിയാം, പക്ഷേ അത് ശീലിച്ചു പോയി. പക്ഷേ എനിക്ക് വിഷമം വരുമ്പോൾ നീ തനിച്ചിരിക്കാറാണോ ചെയ്യാറുള്ളത് എന്ന് ചോദിക്കാൻ കേട്ടോ മഞ്ജുവിനോട്. അപ്പോൾ മഞ്ജു പറയണേ, എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ സാധാരണ മനുഷ്യരെ പോലെ കരയും, പക്ഷേ എനിക്കിപ്പോൾ വിഷമമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഗിരി പറയാണ്, അമ്മ അത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് നിന്നോട് ഭക്ഷണം കഴിക്കേണ്ട അവിടുന്ന് എണീക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിനക്ക് വിഷമമില്ല എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. അപ്പോൾ മഞ്ജു പറയാണ്, അത് ഗിരിയേട്ടൻ്റെ അടുത്തിരിക്കുന്ന ഒരു കസേര മാത്രമാണ്, അത് നഷ്ടപ്പെട്ടതിൽ ഞാൻ എന്തിനു വിഷമിക്കണം? കസേര ആര് വേണമെങ്കിലും എടുത്തോട്ടെ, അതിന് എനിക്കൊരു കുഴപ്പവുമില്ല, ഗിരിയേട്ടൻ എൻ്റേത് മാത്രമല്ലേ എന്നങ്ങ് പറയുമ്പോൾ ഗിരി അങ്ങ് ചിരിച്ചുകൊണ്ട് പറയണേ, ഭയങ്കര ഡയലോഗാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ്, ഭർത്താവിന് കുറച്ച് വെയിറ്റ് ഇരുന്നോട്ടെ എന്ന് കരുതി എന്ന് ചിരിച്ചുകൊണ്ട് പറയട്ടോ. അപ്പോൾ ഗിരി പറയണേ, ഇഷ്ടമായി, പക്ഷെ ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാത്തതിൽ നിനക്ക് വിഷമമില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയും, ഇല്ല ഗിരിയേട്ടാ, എനിക്ക് വേണ്ടി പല പ്രാവശ്യങ്ങളിലായിട്ട് ഗിരിയേട്ടൻ സംസാരിക്കാതിരുന്നപ്പോൾ എനിക്കപ്പോൾ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം അമ്മ പറയുന്ന വാക്കുകൾ ഗിരിയേട്ടൻ എതിർക്കുകയായിരുന്നെങ്കിൽ അമ്മയ്ക്കത് വിഷമമായേനെ. ഇത് ഞാനും ഗിരിയേട്ടനും ഒന്നും തന്നെ പറഞ്ഞില്ല എന്ന് കാണുമ്പോൾ അമ്മയ്ക്കത് സന്തോഷവുമാവും. അമ്മ ജയിച്ചു എന്നും കരുതും, അതോടുകൂടി ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ എന്ന് പറയുമ്പോൾ ഗിരി പറയുകയാണ്, എനിക്ക് സന്തോഷമായി, നീ ഇപ്പോൾ എന്നെ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്, അത് മതി, എനിക്കിപ്പോൾ സന്തോഷമായി എന്ന് ഗിരി പറയുമ്പോൾ എനിക്കറിയാം ഗിരിയേട്ടൻ്റെ ഇവിടുത്തെ അവസ്ഥയൊക്കെ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ പ്രശ്നമുണ്ടാക്കണമെന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹവുമില്ല, സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹവും എന്ന് മഞ്ജു പറയാം കേട്ടോ. എന്നിട്ട് മഞ്ജു അവിടെ നിന്നും എണീക്കുകയാണ്. ഞാൻ മാറി നിന്നതിൽ ഗിരിയേട്ടൻ്റെ അമ്മയ്ക്ക് നല്ല സന്തോഷമുള്ളത് ഞാൻ കണ്ടു. കുറേ കാലത്തിന് ശേഷമല്ലേ അമ്മയ്ക്ക് ഗിരിയേട്ടനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിട്ടിയത്. അപ്പോൾ ആ ഒരു സ്നേഹമൊക്കെ ഞാൻ ശരിക്കും കാണുന്നുണ്ട്, അതെല്ലാം തന്നെ ഞാൻ ആസ്വദിക്കുന്നുമുണ്ട്, അതിന് കാരണക്കാരിയായതിലാണ് എനിക്കിപ്പോൾ ഏറ്റവും സന്തോഷമുള്ളത്. അപ്പോൾ ഗിരി പറയണ, അമ്മ നിൻ്റെ സ്ഥാനം തട്ടിയെടുക്കുന്നതിൽ നിനക്ക് വിഷമമില്ലേ എന്ന് പറയുമ്പോൾ ഇല്ല, അങ്ങനെയല്ല, ഇത്രയും കാലം നോക്കി വളർത്തിയ അമ്മ ഗിരിയേട്ടനെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് വിഷമമാണ് വരാനുള്ളത്? അമ്മ എനിക്ക് തരേണ്ട സ്ഥാനമാണ് എനിക്ക് അവകാശപ്പെട്ടതുള്ളൂ, അല്ലാതെ ഗിരിയേട്ടന് അമ്മ തരുന്ന സ്ഥാനം എനിക്ക് തട്ടിപ്പറിക്കാൻ എന്ത് ന്യായമാണ് ഉള്ളത് എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മഞ്ജുവിൻ്റെ ഓരോ സംസാരവും കേൾക്കുമ്പോൾ ഗിരിക്ക് മഞ്ജുവിനോട് കൂടുതൽ പ്രണയം വരികയാണ് കേട്ടോ. എന്നിട്ട് മഞ്ജു പറയാണ്, ഗിരിയേട്ടൻ അമ്മക്ക് കൊടുക്കുന്ന ആ സ്ഥാനവും ബഹുമാനവും കണ്ടിട്ടാണ് എൻ്റെ ഭർത്താവ് ഏറ്റവും നല്ല മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഗിരിയേട്ടൻ എനിക്കും ആ സ്ഥാനവും ബഹുമാനവും തരുന്നുണ്ട്, എനിക്കത് മതി എന്നങ്ങ് പറഞ്ഞ് മഞ്ജു പുഞ്ചിരിക്കുകയാണ് കേട്ടോ ഗിരിയോട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഗിരി മഞ്ജുവിൻ്റെ ഷോൾഡറിൽ കൈ വെച്ചിട്ട് പറയുകയാണ്, എനിക്ക് പോലീസുകാരിയെ ഭാര്യയായി തന്നതിൽ ഞാൻ ദൈവത്തിനോട് ഒരുപാട് പഴിച്ചിട്ടുണ്ട്, ദൈവം ചേരേണ്ടവർ തന്നെയാണ് ചേർത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മഞ്ജുവിന് വല്ലാത്തൊരു സന്തോഷം വരികയാണ് കേട്ടോ ഗിരി പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ. അങ്ങനെ ഗിരി മഞ്ജുവിനെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയാണ്, എന്നിട്ട് മഞ്ജുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ജുവിന് അത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം വരികയാണ്. അങ്ങനെ മഞ്ജുവും ഗിരിയെ ചേർത്ത് പിടിച്ചിട്ട് മഞ്ജു ഗിരിയുടെ സന്തോഷം കൊണ്ട് ഗിരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് ഗിരിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. പിന്നീട് മുകുന്ദൻ ഗൗരിയമ്മയും കൂടി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഗൗരിയമ്മ പറയാണ്, എൻ്റെ ഭാനുമതി ഒരുപാട് മാറിയിട്ടുണ്ട്, ഇങ്ങനെ ആയിരുന്നില്ല എൻ്റെ ഭാനു, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, എൻ്റെ ഭാനുവിൻ്റെ സ്വഭാവം തന്നെ കണ്ടില്ലേ, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, മഞ്ജുവിനോട് ഭാനു പെരുമാറിയത് ഒട്ടും തന്നെ ശരിയായില്ല, എൻ്റെ കൂട്ടുകാരിയായിട്ട് എനിക്ക് തോന്നിയതേയില്ല, അത്രയ്ക്കധികം ഭാനുവിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ഭാനു മഞ്ജുവിനോട് പെരുമാറിയത് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നത്, മഞ്ജു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് അത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് മഞ്ജുവിനോട് പറഞ്ഞത് ഒട്ടും തന്നെ ശരിയായില്ല, ഞാൻ ചെയ്തതിൽ വരെ തെറ്റുമുണ്ടോ മുകുന്ദ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ, അമ്മ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, അമ്മ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവിടെ പ്രതികരിക്കുമായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. ആ സ്വപ്നയും കുഞ്ഞാറ്റയും കൂടിയാണ് ഭാനുവിനെ ഇത്രയ്ക്കധികം മാറ്റിയെടുക്കുന്നത്, അവരുടെയൊക്കെ മനസ്സിൽ മഞ്ജുവിൻ്റെ സ്ഥാനത്ത് ശാലിനിയെ കൊണ്ടുവരണം, അതാണ് അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ മഞ്ജുവിന് അവിടെ ഉണ്ടായ അപമാനത്തെ പറഞ്ഞിരിക്കുമ്പോഴാണ്
സമയത്താണ് അവിടേക്ക് മഹിമ വരുന്നത്. അങ്ങനെ ഗൗരിയമ്മ മഹിമയെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഗൗരിയമ്മ പറയണേ, എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ ഗിരി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല, അതാണ് എനിക്ക് പറ്റാതിരുന്നത് എന്ന് പറയണം. അപ്പോൾ മുകുന്ദൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ ഗൗരിയമ്മയോട്, ഒന്നും മിണ്ടാതിരിക്കുക അമ്മേ, അവിടെ വന്നിരിക്കുന്നത് ആരാന്ന് നോക്ക് എന്നുള്ള ഭാവത്തിലോട്ടോ. എന്താടാ നീ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയണേ. അങ്ങനെ ഗൗരിയമ്മ നോക്കുന്ന സമയത്ത് മഹിമയെ കാണുകയാണ്. അപ്പോൾ മഹിമ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് വരികയാണ് കേട്ടോ. എന്താണ് അവിടെ ഉണ്ടായത് എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാനുമ്മ പറയണേ, ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട് വിശദമായിട്ട് തന്നെ ഭാനുമ്മ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കും മഹിമയ്ക്ക് ഒരുപാട് വിഷമാവും കേട്ടോ. എന്നിട്ട് മഹിമ പറയുകയാണ്, ഇതിനൊക്കെ കാരണക്കാരി ആ ശാലിനി തന്നെയാണ് എന്ന് പറയുമ്പോൾ ഗൗരിയമ്മ പറയാം, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്ന ആ ശാലിനിയല്ലേ വൃത്തികെട്ടവൾ, അവൾ കാരണമാണ് അവിടെ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ, അല്ലെങ്കിൽ അവൾക്കിപ്പോൾ അവിടേക്ക് വരേണ്ട വല്ല ആവശ്യവുമുണ്ടോ, ആ ഗോപാൽജിയുടെ മകളല്ലേ, ഇങ്ങനെയൊക്കെ കാണിച്ചില്ലെങ്കിലാണ് അതിശയമുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ മഞ്ജു പറയണേ, എനിക്ക് എന്തായാലും അവരോടൊന്നുമല്ല ചോദിക്കാനുള്ളത്, എനിക്കൊരു അവസരം കിട്ടുമ്പോൾ ആ ശാലിനിക്ക് ഞാൻ നന്നായിട്ട് തന്നെ കൊടുക്കും, അവൾ കാരണമാണ് എൻ്റെ ചേച്ചിക്ക് ഇത്രയ്ക്കധികം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ വരുന്നത് എന്നൊക്കെ മഹിമ പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി പോവാൻ കേട്ടോ. അപ്പം മുകുന്ദൻ പുറകെ ചെന്നിട്ട് പറയാണ്, മഹിമ നീ എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത്, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്, അവരെ പോലുള്ള വലിയ വലിയ ആളുകളോട് കൊമ്പ് കോർക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ മഹിമ പറയാണ്, എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു പേടിയുമില്ല, എൻ്റെ ചേച്ചിയുടെ കാര്യത്തിലാണ് എനിക്ക് ആകെ ടെൻഷനുള്ളത്, എനിക്കൊരു അവസരം കിട്ടും, അന്ന് ഞാൻ ശാലിനിക്കുള്ളത് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ മഹിമയുടെ ആ എടുത്തുചാട്ടമൊക്കെ കാണുമ്പോൾ മുകുന്ദന് ഒരുപാട് ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ഗൗരിയമ്മ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗൗരിയമ്മ ചോദിക്കുന്നത്, അല്ല നിനക്കെന്താ മഹിമയുടെ കാര്യം ഇത്രയ്ക്കധികം ടെൻഷൻ, ഞാൻ ഇതുവരെ കാണാത്തതാണല്ലോ എന്ന് പറയും. ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയും, ഈ അമ്മയ്ക്ക് എല്ലാത്തിനും ഓരോന്ന് ചോദിക്കലാണ്, അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുകുന്ദൻ വഴുതി മാറിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ അമ്മയ്ക്ക് എല്ലാത്തിനും ഒരു സംശയമുണ്ട് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മുകുന്ദൻ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ മുകുന്ദൻ പോയി കഴിഞ്ഞ ശേഷം ഗൗരിയമ്മ അങ്ങനെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. മുകുന്ദന് മഹിമയിൽ എന്തോ ഒരു ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഗൗരിയമ്മക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് ചാച്ചുവും ശാലിനിയും കൂടി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ശാലിനിക്ക് വല്ലാത്ത സന്തോഷം വരികയാണ്, ഗിരിയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കാൻ പറ്റിയതിൻ്റെ ആ ഒരു സന്തോഷമാണ് കേട്ടോ. അതെല്ലാം തന്നെ ചാച്ചു കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം എന്ന് ഉണ്ടായത്, അതിന് ചാച്ചുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയണേ. എന്തായാലും നിൻ്റെ അഭിനയം നന്നായിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവാത്ത സഞ്ജയ് എന്തിനാണ് അവിടേക്ക് വന്നത് എന്നുള്ളതാണ്, അതെനിക്ക് മനസ്സിലാകുന്നില്ല ചാച്ചു എന്ന് പറയുമ്പോൾ, അതെന്തിനാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്, നമ്മുടെ വഴിക്ക് അവൻ വരാത്തോടത്തോളം കാലം അവനെ നമുക്ക് മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ ചാച്ചു പറഞ്ഞു കൊടുക്കാണ്ടോ. അപ്പോൾ സ്വപ്നയെ കാണാൻ വേണ്ടിയിട്ടാണ് സഞ്ജയ് വന്നത് എന്നുള്ള കാര്യം ശാലിനിക്ക് അറിയില്ല, അത് ചാച്ചു മറച്ചു വെക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നീ ഇപ്പോൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ഗിരിയുടെയും മഞ്ജുവിൻ്റെയും വിശ്വാസം പിടിച്ചു പറ്റണം, അതിനുവേണ്ടി നീ ചെറുതായിട്ടൊക്കെ മഞ്ജുവിനെ സഹായിച്ചാലും വലിയ കുഴപ്പമില്ല എന്നൊക്കെ ശാലിനിയോട് ചാച്ചു പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരുടെയും വിശ്വാസം പിടിച്ചു പറ്റും, എന്നിട്ട് മഞ്ജു അറിയാതെ തന്നെ ഗിരിയെ ഞാൻ സ്വന്തമാക്കിയിരിക്കും, എന്നിട്ട് ഗിരി പറയും എനിക്ക് മഞ്ജുവിനെ വേണ്ട, ഇനി ശാലിനിയെ മതി എന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഞാൻ വരുത്തിക്കും എന്നൊക്കെ ശാലിനി ചാച്ചുവിനോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം തന്നെ നടക്കുമെന്ന് ചാച്ചുവും ശാലിനിക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്. അങ്ങനെ അവർ ആ സന്തോഷത്തിലാണ് കേട്ടോ. പിന്നീട് സ്വപ്നയും കുഞ്ഞാറ്റയും ഭാനുമ്മയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഭാനുമ്മ ഒക്കെ ഇന്ന് മഞ്ജുവിനെ എണീപ്പിച്ച് ശാലിനിയെ അവിടെ ഇരുത്തിയതിൻ്റെ ആ ഒരു സന്തോഷം പറയുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ പറയാണ്, വല്ലാതെ അങ്ങ് സന്തോഷിക്കേണ്ട, ഇന്ന് ശരിക്കും സ്കോർ ചെയ്തത് മഞ്ജു തന്നെയാണ്. ഭാനുമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മഞ്ജുവിനെ അപമാനിച്ചപ്പോൾ എല്ലാവർക്കും അവളോട് സഹതാപമാണ് തോന്നിയത്, അതുകൊണ്ടാണ് മുകുന്ദനും ഗൗരിയമ്മയും ഈ വീട് വിട്ട് അവൾക്ക് പച്ചക്കൊടി കാണിച്ചിട്ട് ഇറങ്ങിപ്പോയത് തന്നെ. ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഭാനുമ്മ ഒരു ദുഷ്ട കഥാപാത്രമായിട്ടാണ് തോന്നുകയുള്ളൂ. ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നതെല്ലാം തന്നെ മഞ്ജുവാണ്. ഗിരിക്ക് പോലും ഇപ്പോൾ മഞ്ജുവിനോട് നല്ല സ്നേഹം തോന്നിയിട്ടുണ്ടാവും. ഭാനുമ്മ ആ പെരുമാറിയത് കുറച്ച് കൂടിപ്പോയോ എന്ന് പോലും ഗിരിക്ക് തോന്നിയിട്ടുണ്ടാവും എന്നൊക്കെ പറയട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഭാനുമ്മക്ക് ദേഷ്യം വരികയാണ്. അവൾ വിജയിച്ച് നിൽക്കാൻ ഈ ഭാനുമ്മ സമ്മതിക്കില്ല, എനിക്കറിയാം അവളെ എന്ത് ചെയ്യണം എന്നുള്ളത്. ശാലിനിയും ഗിരിയും തമ്മിലാണ് കൂടുതൽ യോജിക്കുന്നത്. ശാലിനിയുടെ അഹങ്കാരമൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, അവൾക്കിപ്പോൾ ഒരു അച്ചടക്കവും ഒതുക്കവും ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും മഞ്ജുവും ഗിരിയും കൂടി ഒരുമിച്ച് ജീവിക്കാൻ ഈ ഭാനുമ്മ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭാനുമ്മ വാശിയോട് കൂടി സംസാരിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് സന്തോഷമാവുകയാണ്. അപ്പോൾ സ്വപ്ന പറയുന്നത് ശരിയാണ്, കുഞ്ഞാറ്റ പറയുന്നത്, ആ മഞ്ജു ഒരു വിളഞ്ഞ വിത്ത് തന്നെയാണ്, അവൾക്ക് എല്ലാവരെയും മയക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ
സ്വപ്നയും കൂടി പറയുകയാണ് ഒരു മയക്കെല്ലും ഗിരി വീഴാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ ഭാനുഅമ്മ പറയുകയാണ്. പിന്നീട് മഞ്ജു നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ. ആ സമയത്ത് ഗിരി റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് മഞ്ജുവിൻ്റെ തലമുടി ഇങ്ങനെ തഴുകാണ് കേട്ടോ ഗിരി. എന്നിട്ട് പറയുകയാണ്, ഒരു പോലീസുകാരി എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ദുരിതമാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ വന്നത് എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെയാണ് കേട്ടോ മഞ്ജുവിൻ്റെ മുഖത്ത് നോക്കി ഗിരി പറയുന്നത്. ആ സമയത്തൊക്കെ മഞ്ജു നന്നായിട്ട് തന്നെ ഉറങ്ങുകയാണ്. എന്നിട്ട് ഗിരി പറയുകയാണ്, ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഗിരി മഞ്ജുവിൻ്റെ മുഖത്ത് നോക്കി പറയാൻ കേട്ടോ. എന്നിട്ട് മഞ്ജുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒരു പാവമാണ്, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെയാണ് കേട്ടോ മഞ്ജുവിൻ്റെ മുഖത്ത് നോക്കി ഗിരി മനസ്സുകൊണ്ട് പറയുന്നത്. എന്നിട്ട് പെട്ടെന്ന് മഞ്ജു അങ്ങ് തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഗിരിയുടെ കയ്യിലെ മുറിവിലേക്കാണ് കേട്ടോ മഞ്ജു തല വെച്ച് കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗിരിക്ക് വേദന ആവുന്നുണ്ട്. അങ്ങനെ ഗിരി സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അയ്യോ വേദനിക്കുന്നു എന്നുള്ള ഭാവത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് വലിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മഞ്ജുവിൻ്റെ തല ഗിരിയുടെ കയ്യിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ പിന്നെ ആ വേദനയെല്ലാം മറക്കുകയാണ് ഗിരി. എന്നിട്ട് മഞ്ജുവിനെ തന്നെ നോക്കി ഇങ്ങനെ കിടക്കാൻ കേട്ടോ. അപ്പോൾ മഞ്ജുവിൻ്റെ തല ഗിരിയുടെ കയ്യിലാണ് അപ്പോഴൊക്കെ കിടക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പരസ്പരം മുഖത്തു നോക്കിയിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. മഞ്ജു ആണെങ്കിലോ നല്ല ഉറക്കത്തിൽ തന്നെ ആയിരിക്കും അപ്പോഴും. അപ്പോൾ ഗിരി മഞ്ജുവിനെ തന്നെ നോക്കിയിട്ട് കണ്ണെടുക്കാതെ നോക്കി അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഫ്രാൻസിസും അരവിന്ദാക്ഷൻ സാറും മഞ്ജുവും കൂടിയിട്ട് സഞ്ജയുടെ കള്ളക്കടത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ മയക്കുമരുന്ന് കടത്തുന്നതിനാണ് പിടിക്കുന്നത്. അവർ ആ വണ്ടി തടഞ്ഞിട്ടാണ് കേട്ടോ പിടിക്കുന്നത്. അപ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ട് ഗിരിയേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് പറയണ്. പക്ഷേ മഞ്ജു അത് തുറന്നു നോക്കുമ്പോൾ അതിൽ മയക്കുമരുന്നാണ് കാണുന്നത്. അപ്പോൾ ഫ്രാൻസിസ് പറയണ അവർ പോയിക്കോട്ടെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് നിയമം എല്ലാവർക്കും ഒരേപോലെയല്ല, പിന്നെ എന്തിനാ ഗോപാൽജിക്ക് മാത്രം വിട്ടുകൊടുക്കുന്നത് എന്ന് മഞ്ജു പറയുകയാണ് കേട്ടോ. അങ്ങനെ ഫ്രാൻസിസ് നേരെ ആരും കാണാതെ സഞ്ജയ്ക്ക് വിളിച്ച് പറയുകയാണ്, നിൻ്റെ മയക്കുമരുന്നിൻ്റെ ഇത് പിടിച്ചിട്ടുണ്ട്, മഞ്ജുവും അരവിന്ദാക്ഷൻ സാറുമാണ് പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു വണ്ടി തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഡ്രൈവറെ ഓടിച്ച് പിടിക്കുന്നുണ്ട് അരവിന്ദാക്ഷൻ സാറും മഞ്ജുവും കൂടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പിടിച്ചു കിട്ടിയിട്ടുണ്ട്, ഇതിനെല്ലാം പിറകിൽ സഞ്ജയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതോട് കൂടിയിട്ട് ഇതെല്ലാം തന്നെ ഫ്രാൻസിസ് ചാച്ചുവിനെയും സഞ്ജയും ഒക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജയ് ചാച്ചുവിനെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ചാച്ചു ഒരു ഐഡിയ എടുക്കുകയാണ് കേട്ടോ. നേരെ ഗിരിക്ക് വിളിച്ച് പറയുകയാണ്, മഞ്ജു ഒക്കെ ചേർന്നിട്ടാണ് ഇങ്ങനെയൊന്ന് പിടിച്ചിട്ടുള്ളത്. അവനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഭാവി തന്നെ പോവും. അത് ഗോപാൽജിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഗോപാൽജിക്ക് അത് നാണക്കേടാണ്. മഞ്ജുവാണ് ഇതിൻ്റെ പിറകിലെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഗിരിക്ക് ഇതിൽ എന്ത് ചെയ്യണം അറിയാതെ ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് കേട്ടോ. അങ്ങനെ ഗോപാൽജിക്ക് വേണ്ടി ഗിരി ഇതിൽ ഇടപെടണം. എന്നിട്ട് മഞ്ജുവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം, സഞ്ജയ് ഈ കേസിൽ ഉൾപ്പെടുത്തരുത്, എങ്ങനെയെങ്കിലും ഈ കേസ് തേച്ച് മായ്ച്ച് കളയണം. ഗിരി നീ ഒന്ന് സഹായിക്ക്, ഗോപാൽജിയെ ഓർത്തിട്ടെങ്കിലും എന്ന് പറയാണ്. അങ്ങനെ ഗിരിക്ക് മഞ്ജുവിനോട് ഇക്കാര്യം പറയേണ്ടി വരികയാണ് കേട്ടോ.